ഹലോ ചങ്ങായിമാരെ, അപ്പോൾ എല്ലാവർക്കും നമ്മുടെ ഫുഡ് സ്റ്റോറീസ് യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന ഒരു വെറൈറ്റി സാധനമാണ് ചെട്ടിനാട് ചിക്കൻ കറി. അപ്പോൾ എന്താ ചെയ്യുന്നത്? ചെട്ടിനാട് ചിക്കൻ കറി കഴിക്കാൻ പോകല്ലേ, ഇതിനേക്കൊരു പൊടി. അപ്പോൾ നമ്മൾ ചെട്ടിനാട് ചിക്കൻ കറിയിലേക്ക് ആവശ്യമായ ഉള്ളിയുണ്ട്, തക്കാളി ഉണ്ട്, പിന്നെ വരുന്ന നമ്മുടെ ചിക്കൻ ഉണ്ട്, പിന്നെ നമ്മുടെ മെയിൻ ഡിഷാണ് എന്താ പറയുക വറ്റൽമുളക് എന്ന് പറയും, വറ്റൽമുളക്. പിന്നെ അതിൻ്റെ എന്താ പറയുക മല്ലി ഉണ്ട്, പിന്നെ കുരുമുളകുണ്ട്. കുരുമുളകാണ്. അപ്പോൾ വയ്യ നമ്മൾ ഓരോ സാധനങ്ങൾ പറയും. അപ്പോൾ ലെറ്റ്സ് ഗോ. അപ്പോൾ നമ്മളിതാക്കുന്ന നമ്മളെ മാറ്റി വെച്ച എന്താ പറയുക ഇത് ഐറ്റംസ് ഇതിലേക്കിട്ടാണ്. പെട്ടെന്ന് പേരൊന്നും കിട്ടുന്നില്ല. അപ്പോൾ ഇത് നമ്മൾ ഇതിലേക്ക് ഇട്ടതിന് ശേഷം മൂടിയും വെച്ച് കുറച്ചൊന്ന് അടിച്ചെടുക്കാം. അപ്പോൾ നല്ല പൊടിയായി കിട്ടും. എന്നിട്ട് അതാണ് നമ്മൾ മെയിൻ മസാല ആക്കി കൊടുക്കേണ്ടത്. അപ്പോൾ നമ്മൾ എന്താ വെച്ചാൽ ഇതിലേക്ക് ഓയിൽ വയ്ക്കുന്ന പരിപാടിയാണ്. ചട്ടി ചൂടായിട്ടൊരു എന്താ പറയുക ഒരു 3 സ്പൂൺ ഒഴിക്കാം. നിങ്ങളൊരു അതിന് എത്ര ഓയിൽ വെച്ചാൽ കുറച്ച് ചൂട് 3 സ്പൂണൊക്കെ. എന്നിട്ട് ഓരോന്ന് ചൂടായതിനു ശേഷം നമ്മൾ എന്താണെന്ന് വെച്ചാൽ നമ്മൾ പട്ട ഇടുക. ചെറിയ വട്ടാണെങ്കിൽ 3 എണ്ണം, വലിയ വട്ടൊക്കെ ആണെങ്കിൽ ഒരു 2 വട്ട ഇട്ടാൽ മതി. 2 വട്ടത്ത് പട്ട മാറ്റിയില്ല. അതിനുശേഷം നമ്മളെ മെയിൻ എന്താ പറയുക ഏലക്കായ ഉണ്ട്. അപ്പോൾ ഏലക്കായ ഒരു 2 ചെറുതാണ് ഇന്ത്യയിലുള്ളത്, 2 ഒരു 3 എണ്ണം ഇട്ടോളി. വലുതൊക്കെ 2 എണ്ണം മതി. അത് കഴിഞ്ഞ ശേഷം നമ്മളുടെ ഗ്രാമ്പുമാണ്. ഗ്രാമ്പു ഒരു 1 2 3 1 2 3 4 ഒരു 3 4 5 ഇട്ടോളി. ടേസ്റ്റ് കിട്ടും. 5 ഇടാം. എന്നിട്ട് അതും കൂട്ടിക്കാം. കൂടിയതിനു ശേഷം നമ്മളൊരു 2 മിനിറ്റ് ഇളക്കാം. ഒന്ന് ജസ്റ്റിൻ്റെ ഭാഗമാണ് ചൂടായി ഒന്നുകൂടെ സെറ്റാണ്. നമ്മളൊരു 2 മിനിറ്റ്. ഇതിനെ കൊളക്കിൽ പറയാൻ എനിക്ക് അറിയുന്നില്ല, ഞാൻ അങ്ങനെ പറയുന്നത്. 2 മിനിറ്റോളം ഒന്ന് ജസ്റ്റ് ചൂടായി കൊടുക്കാം. അപ്പോൾ ഇനി നമ്മളെ മെയിൻ പരിപാടി ഉള്ളിയിടൽ ചടങ്ങാണ്. അപ്പോൾ ഉള്ളി ഇതാക്കുന്ന ഉള്ളിയിട്ട് പരിപാടി വെച്ച് അപ്പോൾ നമ്മളൊരു ക്യൂബൊക്കെ മാതിരി അരിഞ്ഞ് കട്ട് ചെയ്താൽ മതി. കട്ടയിലൊക്കെ ഇതേമാതിരി കട്ട് ചെയ്യണം. കുറച്ചും കൂടി കാണാൻ കുറച്ച് കട്ട് ചെയ്യണം, അത്രയും നല്ലത്. ഞാൻ പിന്നെ എൻ്റെ കട്ടിങ്ങൊക്കെ സീനാണ്, അതുകൊണ്ടാണ് ഇങ്ങനെ ആക്കിയത്. അപ്പോൾ ഇതിപ്പോൾ നമ്മൾ വഴറ്റി ഒരു എന്താ പറയുക ഒരു ബ്രൗൺ കളറ് ഉള്ളി ഇപ്പോൾ സോഫ്റ്റ് ആകുന്നവരെ വഴറ്റി കൊടുക്കാം. അതൊരു വഴറ്റിക്കുള്ളൂ, വേറെ പണിയൊന്നുമല്ലല്ലോ വഴറ്റി. അപ്പോൾ ഞാൻ വഴറ്റിയിട്ട് വരാം. മെയിൻ ഡിഷ് മെയിനല്ല, മെയിൻ തന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ്. ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുക്കുക. പേസ്റ്റ് ഇട്ടതിന് ശേഷം ഒരു 1 മിനിറ്റ് ഒന്ന് ഇളക്കിക്കോളൂ. ഇതേ ഇളക്കിയാണല്ലോ, 1 മിനിറ്റ് ഒന്ന് ഇളക്കി കൊടുക്കുക. 1 മിനിറ്റ് ഇളക്കിയതിന് ശേഷം നമുക്ക് ശരിക്കും പറഞ്ഞാൽ ചതച്ചൊന്നും നല്ലതായിരിക്കും. പിന്നെ നമ്മൾ സവാള ഇട്ടതിന് പകരം നമ്മൾ ചെറിയുള്ളി ഇട്ടാൽ അടിപൊളി ടേസ്റ്റാണ്. കാരണം ചെട്ടിനാണ് നമ്മൾ ചെറിയുള്ളി വെച്ചിട്ടാണ് ചെയ്യാറ്. അങ്ങനെ ചെറിയുള്ളി തൊലിക്കാനും മുറിക്കാനൊക്കെ മാറ്റിയതുകൊണ്ട് മാത്രം സവാള ഇട്ട്. അപ്പോൾ ഇത് എന്താ പറയുക നമ്മൾ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ടതിന് ശേഷം നമുക്ക് തക്കാളി ഇട്ട് കൊടുക്കാം. അപ്പോൾ തക്കാളി ഇട്ട് കൊടുത്തിട്ട് ഒരു 5 മിനിറ്റ് ഒരു 2 മിനിറ്റും കൂടെ ഇളക്കാം. അപ്പോൾ നമുക്ക് ഇതിലേക്ക് ഉപ്പിട്ട് കൊടുക്കാം. ഉപ്പും കൂടെ ഇട്ടാൽ മതി. ഉപ്പിട്ടതിന് ശേഷം ഒന്നും കൂടി ഇളക്കി കൊടുക്കാം. എന്നിട്ട് നല്ലോണം ഇളക്കി കൊടുക്കാം. നല്ലോണം തക്കാളിയൊക്കെ ഒന്ന് മിക്സായിട്ട് ഒന്ന് നല്ലോണം ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും മറിച്ചും തിരിച്ചൊക്കെ ഇളക്കി കൊടുക്കാം. അപ്പോൾ ഇത് നല്ലോണം ഇളക്കി കൊടുത്തിട്ട് നമുക്ക് ഒരു 5 മിനിറ്റ് മൂടി വെച്ച് വേവിക്കണം. അപ്പോൾ മൂടി വെച്ച് ഒരു 5 മിനിറ്റ് വേവിക്കുക. 5 മിനിറ്റ് വേവിച്ചിട്ട് എടുക്കാം. ഇപ്പോൾ നമ്മൾ 5 മിനിറ്റ് കഴിഞ്ഞ് മൂടി തുറന്ന് അപ്പോൾ അതൊക്കെ നല്ലപോലെ വെന്തിട്ടുണ്ട്. തക്കാളിയൊക്കെ വെന്തിട്ടുണ്ട്. തക്കാളി വെന്തതിന് ശേഷം നമ്മളുടെ മൂന്നായിട്ട് എന്താ വെച്ചാൽ മഞ്ഞപ്പൊടിയാണ്. മഞ്ഞപ്പൊടി ഒരു എന്താ പറയുക ഒരു 1/2 സ്പൂൺ ഇട്ടാൽ മതി. ഓവറായാലും അപ്പോൾ മഞ്ഞൾപ്പൊടി നമ്മൾ 1/2 സ്പൂൺ ഇട്ട് അതിന് ശേഷം ഒരു 2 മിനിറ്റോളം ഒന്ന് വഴറ്റി കൊടുക്കാം. 2 മിനിറ്റ് കേട്ടോ. അതേടാ എല്ലാം സ്മെല്ലടിച്ചിട്ടുണ്ട്, അറിയാം ഫിറ്റ്നസ്സുണ്ട്. അപ്പോൾ നമ്മൾ ഒരു 2 മിനിറ്റ് ഒന്ന് വഴറ്റി കൊടുക്കുക. ജസ്റ്റ് ഒന്ന് വഴറ്റിയാൽ മതി, ചടങ്ങൊന്നുമില്ല. ഇതിന് ശേഷം ഇടാൻ പോകുന്നത് വെച്ചാൽ നമ്മുടെ ചിക്കനാണ്. ചിക്കൻ കണ്ടിട്ടോ, ചിക്കൻ ഉണ്ടാക്കുന്നത് അവിടെ ഉണ്ട്. നമ്മൾ ചിക്കനാണ് ഇതിലേക്ക് ഇടാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ ചിക്കൻ ഇടാം. ഓക്കെ, ചിക്കൻ ഇട്ടതിന് ശേഷം നമ്മുടെ ഈ മസാല ഒക്കെ ഉണ്ടല്ലോ,
അത് കൂടി ചിക്കനെ കൂടി ഒന്ന് വഴറ്റാം. ഒരു 5 മിനിറ്റ് വഴറ്റിക്കോളി. കാരണം നമ്മൾ ഈ ബ്രൗൺ ഈ ചിക്കനെ ഒരു പിങ്ക് കളറാണ്. ഒന്ന് വെന്ത് മീൻസ് ഒരു കളർ മാറ്റുണ്ടല്ലോ, ആ കളറിൽ വരെ ഈ ചിക്കൻ നമ്മുടെ ഫസ്റ്റ് വ്ളോഗാണ്. അപ്പോൾ പല തെറ്റും ഉണ്ടാവും. അപ്പോൾ ഫുഡ് വ്ളോഗ് ചെയ്തിട്ട് അങ്ങനെ എക്സ്പീരിയൻസ് കാര്യങ്ങളൊന്നുമില്ല. ഫസ്റ്റ് കുഴപ്പമില്ല, തെറ്റൊക്കെ ഉണ്ടെങ്കിൽ ക്ഷമിക്കുക. നമ്മൾ അടുത്ത വീഡിയോ നമ്മൾ സെറ്റ് ചെയ്ത് നടക്കും. അപ്പോൾ ഇതിൻ്റെ കമൻറ്റ് എന്തെങ്കിലും അടുത്ത വീഡിയോ നമ്മൾ മീൻസ് എന്തെങ്കിലും സജഷൻസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് കമൻറ്റ് ഇട്ട് അറിയിക്കുക. അപ്പോൾ നമ്മളൊരു 5 മിനിറ്റ് ഇങ്ങനെ ഒരു ബ്രൗൺ റോസ് കളർ ഉണ്ടല്ലോ, പിങ്ക്, ആ കളറാവുന്ന നേരം ഒന്ന് വഴറ്റി കൊടുക്കുക. ഇങ്ങനെ ഇട്ട് ഇളക്കിയാൽ മതി. എന്താ പറയുക, ഇങ്ങനെ മസിൽ പിടിക്കാൻ വേണ്ട. അടിയിൽ നിന്നൊക്കെ ഇങ്ങോട്ട് കോരി മേലൊക്കെ ഇട്ട് അങ്ങനെ ഉണ്ടല്ലോ, അങ്ങനെ അങ്ങ് ആക്കിയാൽ മതി. നല്ല സെറ്റാവും. ഒരു 5 മിനിറ്റ് നിങ്ങൾ ഇളക്കിക്കോളി ഉണ്ടാക്കുകയാണെങ്കിൽ. നമ്മൾ ഇളക്കുന്നുണ്ട്. എന്താ പറയുക, കിച്ചണിൽ അങ്ങനെ തോന്നൊക്കെ ഒരു എക്സ്പീരിയൻസ് ഒന്നുമില്ല. ഇടയ്ക്ക് കയറും, സ്പെഷ്യൽ ഉണ്ടാക്കും, യൂട്യൂബിലിടും, ഇൻസ്റ്റയിലിടും, പേരിടും. ഇതിൻ്റെ ഒരു ചെറിയ ഷോർട്ട് വീഡിയോ നമ്മൾ ഇൻസ്റ്റയിൽ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതിന് ലിങ്ക് താഴത്ത് കൊടുക്കാം, ആവശ്യക്കാർ ആണ്. പിന്നെ ഫുഡിൻ്റെ വീഡിയോ ഇനി വരും. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യേണ്ടത് സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ പൊട്ടിക്കേണ്ടത് അങ്ങോട്ട് പൊട്ടിക്കുക. അപ്പോൾ നമ്മളെ ചിക്കൻ ഏകദേശം ഒരു പിങ്ക് ഒരു ബ്രൗൺ കളർ ഉണ്ടല്ലോ, നമുക്ക് കണ്ടറിയാം, ആ രീതിയിൽ കെട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇത് നമ്മളൊരു 10 മിനിറ്റ് അടച്ചു വെച്ച് വേവിക്കണം. 10 മിനിറ്റ് നമ്മൾ നോൺ സ്റ്റിക്ക് പാത്രം ആയതുകൊണ്ടാണ്. നോൺ സ്റ്റിക്ക് പാത്രം ആയതുകൊണ്ട് ഇടയ്ക്ക് ഇളക്കും വേണ്ട. അപ്പോൾ അലുമിനിയം പാത്രം അങ്ങനത്തെ കാണുമ്പോൾ ഈ അടി പിടിക്കുന്ന പാത്രമൊക്കെ ആകുമ്പോൾ നമ്മളൊരു 10 മിനിറ്റ് മൂടി വെച്ചിട്ട് ഇളക്കണം. ഒരു 10 മിനിറ്റ് ആയി ഒന്ന് ഇളക്കി വേവെന്ന് നോക്കുക. ജസ്റ്റ് ഒന്ന് മൂടി കൊടുക്കുക. 10 മിനിറ്റ് കഴിഞ്ഞിട്ട് തുറക്കുക, ഇളക്കുക, മറിച്ചിട്ട് കൊടുക്കുക. അപ്പോൾ നോൺ സ്റ്റിക്ക് പാത്രങ്ങൾ സീനൊന്നുമില്ല, ഇടയ്ക്കൊന്ന് ഇളക്കിയാൽ ജസ്റ്റ് ഒന്ന് ഇളക്കിയാൽ മതി. എപ്പോഴും ഇളക്കേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പോൾ നമുക്കിതൊരു 10 മിനിറ്റ് അടച്ചു വെച്ച് വേവിക്കാം. സംഭവം നല്ല സ്മെല്ലടിക്കുന്നു കേട്ടോ, കിട്ടുന്ന സ്മെല്ലാണ് മക്കളെ. രക്ഷയില്ല. അപ്പോൾ ഒന്ന് വേവിക്കാം 10 മിനിറ്റ്. ഓക്കെ. ഹലോ. അപ്പോൾ നമ്മൾ ചെട്ടിനാട് ചിക്കൻ കറി അതൊക്കെ അവിടെ വെന്തുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, അവിടെ നോക്കി കാണാം, അവിടെ വെന്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഒരു 10 മിനിറ്റ് റെസ്റ്റ് പറഞ്ഞു. അപ്പോൾ വെന്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതുവരെ നമ്മളിങ്ങനെ കറി കളിക്കാം. സെറ്റല്ലേ. നമ്മൾ ചിക്കൻ ഏകദേശം ഒന്ന് വെന്തിട്ടുണ്ട്. നമ്മൾ 10-15 മിനിറ്റ് 10 മിനിറ്റ് ആക്കി ഒന്ന് ഇളക്കി. 10-15 മിനിറ്റ് ആയപ്പോഴത്തേന് ചിക്കൻ വെന്തിട്ടുണ്ട്. അത് കൂടുതലോ. അപ്പോൾ ഇനി നമ്മളുണ്ടാവുള്ളത് നമ്മുടെ സ്പെഷ്യൽ മസാല ഉണ്ട്. നമ്മൾ നേരത്തെ അടിച്ചു വെച്ച് സ്മെല്ലൊന്ന് പുറത്ത് കളയാണ്ടെടുത്തിട്ട് നമ്മൾ സ്പെഷ്യൽ കൂട്ട്. അപ്പോൾ ഇതിലേക്ക് മിക്സ് ചെയ്യാം. ഇത് ഒന്നുകൂടെ റെഡിയാക്കാറുണ്ട്. അപ്പോൾ നമ്മളെ മസാല എല്ലാം നമ്മൾ ഇതിൽ തട്ടി കൊടുക്കാം. തട്ടി കൊടുത്തതിന് ശേഷം ചിക്കൻ എടുക്കുക. ഒന്നുകൂടി അപ്പോൾ നല്ല കറുത്ത് കിറുമാണ്ടി ഒരു സാധനം വന്നിട്ട്, കിറുമാണ്ടി അല്ല കിറുമാണി ആയിട്ട് സാധനം വന്നിട്ട് അറിയാം. ഇതിലെന്നായിട്ട് ഒന്ന് നല്ലപോലെ എടുത്ത് മിക്സ് ചെയ്യാം. മിക്സ് ചെയ്ത ശേഷം നമ്മളൊരു 1.5 കപ്പ് വെള്ളം ഒഴിക്കുക. കറിയായിട്ട് വേണമെന്നുള്ളവർക്ക് കൂട്ടി വെച്ചോളി. നമ്മളിതിലല്ല, നിങ്ങളുടെ ഇഷ്ടം പോലെ ഗ്രേവി എങ്ങനെയാ വെച്ചാൽ നല്ലപോലെ ഒന്ന് അവിടെ ഇവിടെ പിടിച്ച മസാല ഒക്കെ ഉണ്ടായേ. അപ്പോൾ അതൊക്കെ അങ്ങോട്ടിട്ട് നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കാം. നല്ല സെറ്റായിട്ട് കണ്ടില്ല. ആ ഒരു ചിക്കനൊരു കളറുകൾ നോക്കിയാൽ ഒരു കറുത്ത് കിറുമാണി പൊപ്പളാപ്പി സാധനമായിട്ടുണ്ട്. അപ്പോൾ സ്മെല്ലടിച്ചിട്ട് നിൽക്കാൻ വയ്യ. ഈ സംഭവം നോമ്പ് വെച്ചിട്ടുണ്ട്. അപ്പോൾ നോമ്പ് എടുക്കാൻ നേരത്തേക്കുള്ള സ്പെഷ്യലാണ് സാധനം. അപ്പോഴത്തേക്കാണ് ശരിയാണെന്ന് വിചാരിക്കാം സെറ്റായിട്ട്. ഇനി നമുക്കൊരു 1.5 കപ്പ് വെള്ളം ഒഴിക്കാം. വെള്ളം ഒഴിച്ചിട്ട് ഒന്നുകൂടി ഒന്ന് മിക്സ് ചെയ്തിട്ട് ഒരു 5 മിനിറ്റ് വേവിക്കണം. ഇത് കറിവേപ്പിലൊക്കെ ഇട്ട് സെറ്റാക്കിയിട്ട് അപ്പോൾ വെള്ളം ഒഴിച്ച് തരാം. അപ്പോൾ നമ്മളിതിലേക്ക് വെള്ളം ഒഴിക്കാം. കുറച്ച് വെള്ളം ഒഴിച്ചതിന് ശേഷം ഒന്നും കൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഒന്ന് ലോ ഫ്ലെയിമിൽ കിട്ടും കേട്ടോ. ഇത് നമ്മൾ ഹൈയിലിട്ട് നമ്മൾ ചിക്കനൊക്കെ വേവിച്ചിട്ടുണ്ട്. ഇന്ന് ലോ ഫ്ലെയിമിലിട്ട് ചിക്കനൊക്കെ ഒന്ന് വേവിച്ച് ഒന്ന് തിരിച്ച് മറിച്ച് അതിൽ കുറച്ചും കൂടി വെള്ളം ചേർക്കാം. നേരത്തെ ഉപ്പിട്ടീനു. അപ്പോൾ ഒന്ന് ഫൈനലായ ശേഷം ഒന്ന് ഉപ്പിട്ട് വെക്കുക. ആ കുറവുണ്ടെങ്കിൽ റിസ്ക് എടുക്കണമല്ലോ, ഒന്ന് ഉപ്പിടാം. ഉപ്പിട്ട് നല്ലപോലെ ഒന്ന് എന്താ പറയുക ഇളക്കി കൊടുക്കാം. ഇപ്പോൾ ഏകദേശം സെറ്റായിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മളൊരു 5 മിനിറ്റും കൂടി ഒന്ന് മൂടി വെച്ചൊന്ന് വേവിക്കണം. അത് വേവിച്ച് കഴിഞ്ഞാണ്ടല്ലോ സാധനം പുറത്തേക്ക് എടുത്ത് 2 പൊറാട്ടയും വെച്ച് അല്ലെങ്കിൽ നെയ്ച്ചോറോ ഈ പത്തിരി വെച്ചിട്ട് ചുരുട്ടി പിടിച്ചൊരു അടി അടിച്ചുണ്ടല്ലോ. ഒറ്റ പൊന്നു മക്കളെ സ്വർഗം കാണും. കച്ചായി ഐറ്റം അത്
ചെട്ടിനാട് ചിക്കൻ കറി. അപ്പോൾ കിട്ടുന്ന സാധനമാണ്. അപ്പോൾ ഒന്ന് നോക്കുക. അപ്പോൾ ഇനി ഈറ്റായിട്ട് കിടിലം വീഡിയോസ് വരും. ചെട്ടിനാടും പിന്നെ കോഴിക്കോടനും എറണാകുളവും ഇഷ്ടംപോലെ സാധനങ്ങളും കൊണ്ട് വരും. നല്ല കോയമ്പത്തൂർ സ്റ്റൈൽ ബിരിയാണി, തമിഴ്നാടൻ ബിരിയാണി, ചിക്കൻ ടിക്ക ഇതൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ അതൊക്കെ കാണണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ നമ്മുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തോളി, ബെൽ ബട്ടൺ അമർത്തിക്കോളി. നമുക്ക് വരുമാനം കിട്ടണമെന്നല്ല, നിങ്ങളുടെ സന്തോഷം നമ്മുടെ സന്തോഷം. ഏത് അപ്പം നമുക്കിതൊന്ന് ഒരു 5 മിനിറ്റ് ഒന്ന് ഉപയോഗിച്ചാളല്ലേ, ഒരു ലോ ഫ്ലെയിമില്ല. അപ്പോൾ നമ്മൾ 5 മിനിറ്റിന് ശേഷം ചിക്കൻ കറി എടുത്ത് മൂടി തുറന്ന് സംഭവം 5 മിനിറ്റിന് ശേഷം ഇളക്കി കൊടുക്കുക. മൊത്തത്തിലും മറ്റുന്നില്ല. നമ്മളെ ചെട്ടിനാട് ചിക്കൻ കറി റെഡി. സത്യമായി ഇത്രയും വെള്ളം ഒഴിക്കേണ്ട ആവശ്യമല്ല, ഗ്രേവി കുറച്ച് കൂടുതൽ വേണമെന്നുള്ളതുകൊണ്ടാണ് വെള്ളം ഒഴിച്ച് കുറച്ച് വെള്ളം വെച്ച് ഉണ്ടാക്കി മതി. ഗ്രേവി കുറച്ചാക്കിയിട്ട് അത് അടിപൊളിയാവും. അപ്പോൾ നമ്മുടെ ചെട്ടിനാട് ചിക്കൻ കറി സാധനം റെഡി ആയിട്ടുണ്ട്. പിന്നെ ഇത് നല്ല പ്ലേറ്റിലേക്ക് എടുക്കുക, നല്ല പൊറാട്ട എടുക്കുക, ഒരു കഴിക്കലും കൊണ്ട് കഴിക്കുക. അടിപൊളി. ഇനി അടുത്ത വീഡിയോയുമായി വരുന്നവരെ ഗുഡ് ബൈ.